ഹലോ, കുറേ കാലമായല്ലോ പുറത്തിറങ്ങിയിട്ട്. എങ്ങോട്ടാണ് ഈ യാത്ര? ബാഗൊക്കെ ഇട്ട്, സ്കൂൾ ബാഗൊക്കെ ഇട്ട് എങ്ങോട്ട് പോയാൽ? സ്കൂളിൽ പോവാണോ? യെസ് ഗൈസ്, ഞങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മേടിക്കാൻ പോവുകയാണ്. പാർക്കുട്ട കീർത്തിക്കൊരു ഹൈ പറഞ്ഞേ. അക്സ, പാർക്കുട്ടിയുടെ പുതിയ വാച്ച് ഉണ്ടോ? ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇടാം ഗൈസ്, സമയം കിട്ടത്തുണ്ടോ ഒന്ന് വിടാഞ്ഞത്. അപ്പം ഞങ്ങൾ സ്കൂളിൽ പോയി. പാർക്കുട്ട ടെസ്സയ്ക്കും ഹാൻമറിയയ്ക്കും ഒരു ഹായ് പറഞ്ഞേ. പാർക്കുട്ട അപ്പം ഞങ്ങൾ സ്കൂളിൽ പോയി ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ മേടിച്ചിട്ട് വരാം. ടാറ്റാ. യെസ് ഗൈസ്, 7ാം ക്ലാസ്സിലേക്കും 3ാം ക്ലാസ്സിലേക്കും ഉള്ളത് അല്ലേ? നിങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്ക് മേടിച്ചെങ്കിൽ കമന്റ് ചെയ്യണേ. ടാറ്റാ. യെസ് ഗൈസ്, 6Dയിൽ നിന്ന് 7Aയിലേക്കായി. ടാറ്റാ. അങ്ങനെ ദേ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ദേ അവധിക്കാലത്തെ സ്കൂൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് നോക്കിക്കേ. പാവം, കാമൻ ക്വൈറ്റ് സ്കൂൾ ആരുമില്ല ഗൈസ്. ഞങ്ങൾ ടെക്സ്റ്റ് മേടിച്ചിട്ട് വരട്ടെ ഗൈസ്. ഫേവറേറ്റ് സ്കൂളാണോ അമ്മുൻ്റെ? അയ്യോ, കലാമന്ദിറിലാണ് ഗൈസ്. ഞങ്ങൾ പോയി മേടിച്ചിട്ട് വരട്ടെ. അങ്ങനെ നമ്മൾ 2 പേർക്കുള്ള നോട്ട്ബുക്ക് വാങ്ങാൻ പോയതാണ് കേട്ടോ. അപ്പം നോട്ട്ബുക്ക് വാങ്ങുന്ന കുട്ടിയുടെ ക്ലാസ്സും നമ്പറും ഒക്കെ എഴുതണമായിരുന്നു. പാർക്കുട്ടി അത് എഴുതുവാണേ. പപ്പയുടെ ജിപേ ചെയ്യുന്ന നമ്പർ, പപ്പയുടെ നമ്പർ അതാ നല്ലത്. അതോ അമ്മ എന്തൊക്കെയോ ബുക്കാണ്. ആ വലുത് തന്നെ അങ്ങ് തന്നോ, കാര്യം ഇവൾക്ക് വണ്ണം ഉള്ളതുകൊണ്ട്. ബാബാ എല്ലാം എടുത്ത് വെച്ചിട്ട് വാ. അതെ അതെ പോട്ടെ. നോട്ട്ബുക്ക് ഒക്കെ വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഇനി ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ പോവുകയാണ് കേട്ടോ. HNCന്ന് നമുക്ക് സ്കൂളിൽ തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ ഇനി A+ കിട്ടാതെ പാസ്സാവത്തില്ലേ? ഏഴുണ്ട് 3ഉണ്ട്. ഹിന്ദി മാറ്റിയാൽ മതി. ബാക്കി ഇതേതാ 7 അല്ലേ? GK വേറെ അല്ലേ? അയ്യോ, അമ്മൂന് കുറെ ഉണ്ടല്ലോ. 3 മിച്ചറിങ്ങതാ മേടിച്ചോളാം. വെക്കാം പിടിക്കാം. ശരി, എല്ലാവർക്കും ബൈ പറഞ്ഞിട്ട് വാ. എല്ലാവർക്കും ബൈ പറഞ്ഞിട്ട് വാ. ദേ അങ്കിൾക്ക് ബൈ. അങ്കിൾക്ക് ബൈ പറഞ്ഞിട്ടോ. ബില്ല് ചെയ്ത അങ്കിൾക്ക് കൂടെ പറ. നോക്ക് അമ്മന്റെ ബുക്ക്. എന്റെ അമ്മേ, അതെ.
പാറിന്റെ ബാഗിലും വെച്ചു. വേണ്ട, പിടിച്ചു വെച്ചു, ബാഗിലങ്ങ് വെച്ചു. അത് വീട്ടിൽ പോയി നോക്കാം മോനെ. ഇതന്നെ മാത്സിന്റെ ടെസ്റ്റാണ്. ടെക്സ്റ്റ് ഞാൻ ഓരോ അക്കൗണ്ടിലായിട്ടാണ്. ശരി ശരി, വേഗം വെക്ക്. ശരി, ബുക്കൊക്കെ അമ്മയുടെ കമ്പ്യൂട്ടർ മാത്തമാറ്റിക്സ് പ്രാക്ടീസ് വർക്ക് ബുക്ക് മാത്തമാറ്റിക്സ്. എന്റെ പൊന്നു, വീട്ടിൽ പോയി ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇപ്പൊ തൽക്കാലം പഠിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ബൈറ്റ് കോഡാണ്. കൊറേ ബുക്കുണ്ട്, ഞാൻ പെട്ടു. ഇനി ഉള്ള ബുക്ക് ഞാൻ എന്റെ തലയിൽ മേടിച്ചിട്ട് വാ വാ, പെട്ടെന്ന് പെറുക്കി വെച്ചിട്ട് വാ. ശരി, ബുക്കൊക്കെ ചെയ്യാൻ കുറെ സമയം എടുക്കും. അമ്മേന്റെ വിചാരം സ്ലോ മോഷൻ ആണ്. എടാ, ഓരോന്നോരോന്ന് പെറുക്കി വെക്കാതെടാ, എല്ലാം കൂടെ അങ്ങോട്ട് വെക്ക്. No, this is my book and it's my style to put house. GK ഒക്കെ പഠിച്ചു തുടങ്ങിക്കോ. അത് കൊള്ളാലോ. എന്തോ ആക്സലോട്ടൽ. എന്തെന്ന്? ആക്സലോട്ടൽ. ആക്സലോട്ടൽ. നന്നായി. കുറച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ജിഗ്ലി ജിഗ്ലി റബ്ബർ ബാൻഡ്. വെച്ചിട്ട് വാ ബ്രോ, പെട്ടെന്ന്. ഞാൻ ഇപ്പൊ പോവേ. അതൊക്കെ അടുത്ത വർഷം പഠിക്കാം. ഇങ്ങോട്ട് വാ. മിക്കവാറും ഇത് ഇംഗ്ലീഷ് ആയിരിക്കും, ഡിജിറ്റൽ ആയിരിക്കും. ഓക്കെ, തല്ലി പൊളിക്കല്ലേ. മലയാളം കിട്ടിയില്ല, മലയാളം വേറെ മേടിക്കണം. വേണ്ട, ഓക്കെ. ഞാനിത് പിടിക്കാം കേട്ടോ, നിനക്ക് പൊക്കാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, ഞാൻ പൊക്കിക്കോളാം. ഞാൻ വലിയ കുട്ടിയാണ്, ഞാൻ ബേബി ഒന്നും അല്ല. നടക്കാൻ പോലെ വയ്യ. ഒരു ലോറി വിളിക്കണം. അമ്മ നടക്കുന്നുണ്ട്. നല്ല കാര്യം ഉണ്ടായിരുന്നു, ഞാൻ പിടിക്കത്തില്ലായിരുന്നു. നിന്റെ ഒരു സെറ്റ് ഞാൻ പിടിക്കാം, ലൂസ് ആയിട്ടുള്ളത് ഞാൻ പിടിക്കാം. അയ്യോ, എനിക്ക് ഒരു ഫോട്ടോ. കാറ്റ് വന്നപ്പോ താഴെ വീഴാൻ പോയല്ലോടാ. എന്തായിരുന്നു ജാട. നല്ല കാര്യം. ബാഗും കൊണ്ട് താഴെ വീണിട്ടുള്ള കിടപ്പാണ്. കിടന്ന വഴി അമ്മക്കിട്ട് പിന്നെ അവിടെ ചാരി കിടന്നു. സർപ്രൈസ് ഉണ്ട് ഗീസ്, അത് കാണിച്ചു തരാം. ഈ സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയട്ടെ. സ്കൂളിൽ വെച്ച് അമ്മു ഇതിന് അറ്റ്ലീസ്റ്റ് 10 kg വെയിറ്റ് ഉണ്ട്. അപ്പൊ അമ്മു ബുക്കാണ് എൻ്റെ അടുത്ത്, പുതിയ ബുക്ക്. അമ്മു അത് എടുക്കാം, എനിക്ക് വെയിറ്റ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് കാറ്റടിച്ചപ്പോ ഒരു കാറ്റ് വന്നപ്പോ അമ്മ വീഴാൻ പോയി ഗീസ്. ഞാൻ നോക്കി മുട്ടായി കഴിച്ചു. ഇത് മുട്ടായി പൊട്ടിച്ചു. ഈ മുട്ടായി കഴിച്ചിട്ടുണ്ടോ ഗീസ്? അൽഫലിബയുടെ. അയ്യോ, എടുത്തേ പറഞ്ഞു.
ഈ മുട്ടായി കഴിച്ചിട്ടുണ്ടല്ലോ എനിക്കൊരു കടിയാ ആൽഫലിബയുടെ ജെല്ലി ജസ്റ്റ് ജെല്ലി ഹേർട്ട് ആണ് കേട്ടോ, 2 rupees. ഞങ്ങളിത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മേടിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട്. നോക്ക് ഗൈസ്, ഖുഷി. ഓക്കെ, ഹലോ, അതെ വെയിറ്റ് ബാഗ് പിടിക്കണമെങ്കിൽ എടുത്തോ. കഴിച്ചമ്മ എങ്ങനെയുണ്ടെന്ന് നോക്കി. ഖുഷി ഖുഷി. ഞാൻ ആദ്യം ഈ റെഡ് കഴിച്ചിട്ട് ഞാൻ ഇച്ചിരി രണ്ടുകൂടെ കഴിക്കണം അവിടെ, എന്നാലേ ഇതിന് ടേസ്റ്റ് വരത്തുള്ളൂ. ട്രൈ ചെയ്യട്ടെ. ഓക്കെ, എങ്ങനെയുണ്ട്? സ്ട്രോബെറി ആൽഫൻലിബയുടെ ടേസ്റ്റ്. നോ, ഇറ്റ് ടേസ്റ്റ് ലൈക്ക് ഫങ്കി. എനിക്കോ? നീ വൈറ്റ്, നോട്ട് വൈറ്റ്. It tastes like watermelon or like something, and എങ്ങനെയുണ്ട് ഇപ്പൊ? അമ്മ അത് പൊട്ടു, പറത് പൊട്ടും, കവറ് പൊട്ടും. ഇഷ്ടപ്പെട്ടോ? no, I love. Now it tastes like a watermelon tree. അപ്പൊ അതാണ്, ആണോടാ? ശരിക്കും അതാണോ ടേസ്റ്റ്? ഞാൻ ഒറ്റടിക്ക് വായിലിട്ട്